ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങുപീഠം കാണാതായ സംഭവത്തിൽ വിവാദങ്ങൾക്കൊന്നുമില്ലെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി 24 പറഞ്ഞു. വിജിലൻസ് സംഘത്തിന് മുന്നിൽ കൂടുതൽ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും. കോവിഡ് സമയത്ത് നിർമ്മിച്ചു നൽകിയ താങ്ങുപീഠം അളവ് വ്യത്യാസം കാരണം ഉപയോഗിച്ചിരുന്നില്ല. അന്വേഷിച്ചപ്പോൾ തിരിച്ചയച്ചെന്ന് മറുപടി നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. താങ്ങുപീഠത്തിൽ ചില ഭാഗങ്ങളിൽ സ്വർണം നഷ്ടപ്പെട്ടതായിട്ട് ദേവസ്വം ബോർഡ് ഒരു അഭിപ്രായം പറഞ്ഞു. ചെന്നൈയിലേക്ക് കൊണ്ടുവന്നാൽ അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അഡീഷണൽ ആയിട്ട് വരുന്നത്, അതായത് ഇപ്പോൾ 100 ഗ്രാം സ്വർണം മെൽറ്റ് ചെയ്ത് തിരിച്ചെടുക്കുമ്പോൾ 90% സ്വർണം അല്ലെങ്കിൽ 95% സ്വർണം മാത്രമേ കിട്ടൂ. അതിൽ കുറവ് വരാൻ പാടില്ലാത്തതുകൊണ്ട് അതിന് വരുന്ന അഡീഷണൽ എക്സ്പെൻസ് സ്വർണമായിട്ടുള്ളത് ശബരിമലയിൽ പൂജാവിധികൾ നിർദ്ദേശിക്കുന്ന പൂജാവിധികൾക്ക് വരുന്ന എക്സ്പെൻസും ഞാൻ കൊടുക്കാമെന്നും ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ പറ്റൂ. ദേവസ്വം ബോർഡിനെയോ അല്ല ഒരാളിനെയും പഴിചാരാനോ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. പത്തനംതിട്ട നേവി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ കോവിഡ് സമയത്താണ് രണ്ടാമത് ഇത്തരത്തിൽ ഈ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് കൈമാറുന്നത്. ചെന്നൈയിൽ നിന്ന് വന്ന ഒരു സംഘത്തിന്റെ കയ്യിലായിരുന്നു ഈ പീഠം കൊടുത്തുവിട്ടത്. പക്ഷേ അത് അവിടെ എത്തിയപ്പോൾ ചേരുന്നില്ല, യോജിക്കുന്നില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് അവിടെ പിന്നീട് അത് അത് അവിടെ സ്ഥാപിക്കാനുള്ള നടപടികൾ ദേവസ്വം ബോർഡ് ഒഴിവാക്കി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇതിനെക്കുറിച്ച് പിന്നീട് ഏറെ നാൾ അന്വേഷിച്ചില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അന്വേഷിച്ച ഘട്ടത്തിൽ അദ്ദേഹം ഈ സാധനത്തെക്കുറിച്ച് മോസറിൽ കയറ്റിയില്ലെങ്കിൽ ഇത് ഈ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തുന്ന ഘട്ടത്തിൽ ഈ പാലക ശില്പത്തിന് കൂടെ തന്നെ ഇത് ചേർത്ത് നൽകാമെന്നൊരു കാര്യം അറിയിച്ചു. പക്ഷേ ആ ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ചൊരു മറുപടി നൽകുന്നത്. അന്ന് കൊണ്ടുവന്ന ആളുകളുടെ കയ്യിൽ തന്നെ ഇത് തിരിച്ചയച്ചു എന്നാണ് ദേവസ്വം ബോർഡ് അന്ന് ഇദ്ദേഹത്തിന് നൽകിയൊരു മറുപടി. എന്തായാലും സംഭവത്തിൽ വിവാദങ്ങൾക്കൊന്നുമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു ഭക്തൻ എന്ന നിലയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അന്ന് കൊണ്ടുവന്ന ആളുകളെ തനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് തന്നെ മറ്റ് വിവാദങ്ങൾക്കില്ല. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വിവരങ്ങൾ പോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നിലവിൽ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണാത്തതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് മുമ്പിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താം, ഇല്ലെങ്കിൽ തുറന്നു പറയാമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ വ്യക്തമാക്കുന്നത്. ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നിരുന്നു. പിന്നാലെയാണ് ഈ ശില്പത്തിൻ്റെ പീഠം കാണാനില്ല എന്നൊരു റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഉൾപ്പെടെ നടക്കുന്നത്. 2019 എസ് കെ എൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പവും പീഠവും സമർപ്പിക്കുന്നത്. പിന്നീട് 1 വർഷത്തോളം കഴിഞ്ഞപ്പോൾ ദ്വാരപാലക പീഠത്തിൻ്റെ സ്വർണം പൂശിയ ഭാഗത്ത് ചില തേയ്മാനം സംഭവിച്ചു. പിന്നീടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ഒരു പീഠം നൽകാമെന്നൊരു കാര്യത്തിലേക്ക് എത്തി. കോവിഡ് സമയത്തായതിനാൽ തന്നെയാണ് ഇദ്ദേഹത്തിന് നേരിട്ട് വരാൻ സാധിക്കാതിരുന്നത്. എന്തായാലും വിവാദം അതുപോലെ എങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യങ്ങൾ തുറന്നു പറയും, കൂടുതൽ വിവരങ്ങൾ പറയും. പക്ഷേ അദ്ദേഹം വിവാദങ്ങൾക്കില്ല, ഒരു ഭക്തനെന്ന നിലയ്ക്ക് അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.